التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുൻ നദാ ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് ഫിഅൽ മുദാരിക്ക് നസ്ബ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നോക്കാം. വയുൻസബുൽ മുദാരിഉ മുദാരിനെ നസ്ബ് ചെയ്യപ്പെടും ബിവാഹിദിൻ ഒന്നുകൊണ്ട് മിനൽ ഹുറൂഫിൽ അർബഅത്തി നാല് ഹർഫുകളിൽ നിന്നുള്ള ഒന്നുകൊണ്ട്. അല്ലത്തി ഈ നാല് ഹർഫ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ഹിയ, അത്, ലൻ, വകൈ, വഇദൻ, വഅൻ. സാധാ നമ്മൾ പറയുന്നതിൻ്റെ ഓർഡർ നേരെ തിരിച്ചിട്ട് അവിടെ പറഞ്ഞത്. അതിൻ്റെ കാരണമൊക്കെ ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്. കാരണം ഇബ്നു ഹിഷാമിൻ്റെ അതേ കൗരൻ ഏകദേശം ശാരിഹ് ഇവിടെ കൊടുത്തത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയാം. നോക്കാം എന്താ പറഞ്ഞത്. ബിലൻ വബദഅ ബിലൻ, മുസന്നിഫ് റഹ്മഹുല്ലാഹ് ലന്ന് കൊണ്ട് തുടങ്ങി. ലന്ന് കൊണ്ട് തുടങ്ങി. എന്താ കാരണം? കാരണം അന്ന തീർച്ചയായും ഹാ ഈ ലന്ന് മുലാസിമത്തുല്ലി നസ്ബി, നസ്ബിനെ ലാസിമാക്കും, എപ്പോഴും നസ്ബിനെ ലാസിമാക്കും. ബി ഖിലാഫിൽ ബവാക്കി, ബാക്കിയുള്ളതിന് എതിരായിക്കൊണ്ട്. ബാക്കിയുള്ളതൊക്കെ കൈ ജാറായിട്ട് വരുന്നുണ്ട്, ഇതൻ അതിന് ഷർത്തുണ്ട്, അന്ന് ചിലപ്പോൾ സായിദായിട്ട് വരും, ഇങ്ങനത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ലെന്നിൽ അങ്ങനത്തെ പ്രശ്നമല്ല, അത് നസ്ബിനെ ലാസിമാക്കുന്ന ആളാണ്. ബി ഖിലാഫിൽ ബവാക്കി, ബാക്കിയുള്ളതിന് എതിരായിക്കൊണ്ട്. മാത്രമല്ല ലെന്നിൽ പിന്നെ ബാക്കിയുള്ളതിൻ്റെ അത്ര മസലകളില്ല പറയാൻ. ലെന്ന് വേഗം പരിപാടി ചെയ്യും. കയ്യിലൊക്കെ പിന്നെ മസല പറയാണ്ട്, ഇതനിലുണ്ട് ഷർത്തുകൾ, അന്നിലുണ്ട്, അന്ന് എന്താ വാഹിറായിട്ട് അതുപോലെ തന്നെ മുദ്മറായിട്ടൊക്കെ അമലിച്ചു. ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ധാരാളം പറയാനുണ്ട്. അതുകൊണ്ടാണ്. ഇനി എന്തുകൊണ്ടാണ് മുസന്നിഫ് അന്ന് കൊണ്ട് അവസാനിപ്പിച്ചത്? അതിൻ്റെ കാരണം പറയാം. വ ഖതമ ബി അൻ, അന്ന് കൊണ്ട് എന്താ അവസാനിപ്പിച്ചു? അതെന്തുകൊണ്ടല്ല? തൂലിൽ കലാമി, കലാമ് കുറേ പറയാനുണ്ടായില്ല. അലൈഹ, ഈ അന്നിൻ്റെ മേലെ കുറച്ച് തൂലുൽ കലാം കുറച്ചധികം ഉണ്ട്. കാരണം അന്നിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ടാവും. അന്നും സാഹിറായിട്ട് മുതുമറായിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അധികം പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് അന്ന് കൊണ്ട് അവസാനിപ്പിച്ചത് എന്ന് ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് തന്നെ ഷർഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷാരിഹ് ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കാം. ഇതുപോലെ നഹ്വു ലൻ നബ്റഹ, ലൻ നബ്റഹ പോലെ ലൻ നബ്റഹ, അവിടെ ലന്ന് വന്നു. നബ്റഹ ഫിഅൽ മുദാരിക്ക് അവിടെ എന്തിട്ടി? നസ്ബ് കിട്ടി. നസ്ബ് കൊടുത്ത ആമിൽ ലന്നാണ്. അപ്പോൾ ഫലൻ, ലൻ എന്നുള്ളത് ഹർഫ് നഫി, നഫീൻ്റെ ഹർഫാണ്. വസ്തിഖ്ബാലിൻ, ഇസ്തിഖ്ബാലിൻ്റെയും. അപ്പോൾ ഇസ്തിഖ്ബാലിൻ്റെ മാനാണ്, അതുപോലെ നഫീനായി അറിയിക്കുന്നുണ്ട്. അപ്പോൾ നഫീൻ്റെയും ഇസ്തിഖ്ബാലിൻ്റെയും ഹർഫാണ് ലൻ. ഇനി കുറച്ച് അവിടെയുള്ള വിഷയങ്ങൾ പറയാ, ഖിലാഫുകൾ പറയാം. വലാ തഖ്തദീ തഅബീദാ, ഈ ലൻ എന്നുള്ളത് തഅബീദിനെ തേടുന്നില്ല. തഅബീദിനെ തേടുന്നില്ല. തഅബീദിനെ തേടുമെന്ന് പറഞ്ഞ ആളുണ്ട്, അത് ആൾക്കാർക്കെതിരാണ്. ഖിലാഫല്ലി സമഖ്ശരി, സമഖ്ശരിക്ക് എതിരായിക്കൊണ്ട്. ഫി ഉന്മൂസജിഹി, അദ്ദേഹത്തിൻ്റെ ഉന്മൂസജി എന്ന കിതാബിൽ സമഖ്ശരി പറഞ്ഞതിന് എതിരായിക്കൊണ്ട് തഅബീദിനെ എന്ത് ചെയ്യാതെ തേടുന്നില്ല. അതെന്നെ ഇബ്നു ഹിഷാമിൻ്റെ അഭിപ്രായം. എന്താ? തഅബീദിനെ തേടുന്നില്ല. ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി എടുത്തു കൊടുത്തിട്ടുണ്ട്. മുഗ്നിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വല തേക്കീദിനെയും തേടൂല. എന്നാൽ തേക്കീദിനെ തേടുമെന്ന് നമ്മൾ സമഖ്ശരി അല്ലാണ്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മീസാനിലൊക്കെ നമുക്ക്, മീസാനിൻ്റെ അവിടെ ഒരു ഫസിൽ ലൻ യഫ്അലിൻ്റെ ഫസിൽ കാണാം, അവിടെ തേക്കീദാ. അപ്പോൾ വൈദാ അറദ്ത അൻ തൻഫിയൽ ഫീലൽ മുസ്തഖ്ബിൽ അല തേക്കീദി ഫദ്ഖുൽ അലൈഹി ലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുസന്നിഫ്, മീസാൻ്റെ മുസന്നിഫ് അഭിപ്രായക്കാരനാണ്. അഭിപ്രായമുള്ള മറ്റുള്ള ആളുകളുണ്ട്. ഏത്? തേക്കീദിനെ അറിയിക്കുന്നുണ്ട് എന്ന് പറയുന്ന മറ്റു ആളുകളുണ്ട്. ഏതായാലും ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് തേക്കീദിനെയും തഅബീദിനെയും അറിയിക്കുന്നില്ല എന്നാണ്. ഖിലാഫൻ ലഹു, ഈ തേക്കീദിൻ്റെ കാര്യം പറയാം. ഖിലാഫൻ ലഹു, സമഖ്ശരിക്കെതിരായിക്കൊണ്ട്. ഫി കശാഫിഹി, സമഖ്ശരിയുടെ കിതാബായ കശാഫിൽ, അതിൽ സമഖ്ശരി പറഞ്ഞതിന് എതിരായിക്കൊണ്ട് തേക്കീദിനെ എന്ത് ചെയ്യുന്നില്ല? അത് തേടുന്നില്ല. അപ്പോൾ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഒറ്റയടിക്ക് എന്തായാലും തേടുന്നില്ല, പക്ഷേ തീരെ തേടൂല എന്ന് കിട്ടൂല. അപ്പോൾ അത് ചിലപ്പോൾ എന്താ തഅബീദിനെ തേടും, ചിലപ്പോൾ തേടാതിരിക്കും. അതുപോലെ തേക്കീദും അങ്ങനെ വെക്കാം. അതാണ് ബൽ പറയുന്നത്. ബൽ മറിച്ച് കൗലുക്ക, നിൻ്റെ കൗലിൽ ലൻ അഖൂമ എന്ന് പറഞ്ഞാൽ അത് യഹ്തമിൽ, അത് വഹിക്കും നഫിയൽ ഖിയാമി അബദൻ, ഒരിക്കലും നിൽക്കൂല എന്നും വെക്കാം. അല്ലെങ്കിൽ വഫി ബഅദി അസ്മിനത്തിൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലായ കാലത്തിൽ കുറച്ച് സമയം. ബാദുൽ അസ്മിന, തീരെ നിൽക്കൂല. അബദൻ എന്നല്ല, മുസ്തഖ്ബിൽ ബാദുൽ അസ്മിനയിൽ ഇത്ര കാലം, കുറച്ചാലും നിൽക്കൂല എന്ന നിലയ്ക്ക് രണ്ടും പറ്റും. അതാണ് അതിൻ്റെ അസഹ്, രണ്ടും വഹിക്കായ്മല്.
അപ്പോൾ ഖുർആനിൽ തന്നെ നമുക്ക് 2 ഉദാഹരണങ്ങൾ കാണാം. ഈ ലെന്ന് നമുക്കതിന് മറുപടി പറയാം. ലെന്ന് എപ്പോഴും തൗബീദിനായിരുന്നു തേടുന്നെങ്കിൽ, ലെന്ന് എപ്പോഴും തൗബീദിനെ തേടായിരുന്നെങ്കിൽ ഇപ്പോൾ ഖുർആനിൽ ലെന്നിന് ശേഷം ലെൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അബദ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തൗബീദിനെ ലെന്നെ അറിയിക്കുമായിരുന്നെങ്കിൽ പിന്നെ അബദ അവിടെ പറയണ്ടല്ലോ. ഇപ്പോൾ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞില്ല വലൻ യതമന്നൗഹു അബദ. കണ്ടോ, വലൻ യതമന്നൗഹു എന്ന് പറഞ്ഞാൽ തൗബീദിനെ കിട്ടിയ പിന്നെ അബദ പറയണ്ടല്ലോ. അതേപോലെ തന്നെ വലൻ തുഫ്ലിഹൂ ഇദൻ അബദ, അവിടെ അള്ളാഹ് അബദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി എന്താ അത് തൗബീദും അല്ലാതെ രണ്ടിനെ അറിയിക്കും. അപ്പോൾ തൗബീദിനെ അറിയിക്കുന്നുണ്ട് ഖുർആനിൽ തന്നെ. ഇപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്തിട്ടില്ല, ലൻ യഖ്ലുഖു ദുബാബൻ, ഈച്ചയെ പോലും അവർ സൃഷ്ടിക്കുകയില്ല എന്നുള്ള പറഞ്ഞില്ലേ. അവിടെ ലൻ യഖ്ലുഖു ദുബാബൻ എന്നാ അവിടെ അബദ്ധം പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ലെന്നെ തൗബീദിനെ അറിയിക്കുന്നുണ്ട്. അത് ഒരിക്കലും ഇല്ലല്ലോ, ഒരിക്കലും ഒരു സൃഷ്ടിക്കൂല. അതേപോലെ തന്നെ അള്ളാഹ് ഓരോ സ്ഥലത്ത് പറഞ്ഞില്ലേ വലൻ യുഖ്ലിഫല്ലാഹു വഅദഹ്, അള്ളാഹിൻ്റെ വഅദിനെ എന്താക്കൂല, ലംഘിക്കുകയില്ല. അത് ഒരിക്കലും ഇല്ലല്ലോ, അത് ഡൗട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ വലൻ യുഖ്ലിഫല്ലാഹു വഅദഹ് എന്ന് പറഞ്ഞാൽ അവിടെ തൗബീദിനെ അറിയിക്കുന്നത്. അപ്പോൾ നമുക്കല്ല സഹ എന്താണ് സന്ദർഭം അനുസരിച്ച് നോക്കുക. തൗബീദിനെ അറിയിക്കുന്നു, ചിലപ്പോൾ തൗബീദിനെ അറിയിക്കാണ്ട് നിൽക്കും, ഈ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഈ ലന്നി ദുആഇൻ്റെ മാനെ അറിയിക്കും എന്നുള്ളൊരു വാദം ഇബ്നു സിറാജിനുണ്ട്. അത് അദ്ദേഹം ഈ സൂറത്തു ഖസസിലെ 17-ാമത്തെ ആയത്തിൽ തെളിവ് പിടിച്ചിട്ട് ഇബ്നു സിറാജ് പറയുന്നത് ദുആൻ്റെ മാനെ അറിയിക്കുന്ന. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാദം അത്ര ഫലവത്തല്ല എന്ന് ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. വല ഹുജ്ജത ലഹു, ഇബ്നു സിറാജ് ഇമാമിന് തെളിവില്ല. ഫീമസ്തദല്ല ബിഹി, അദ്ദേഹം തെളിവ് പിടിച്ച ഒന്നില്ല. ഏതാ മിൻ ഖൗലിഹി തആല ഖാല റബ്ബി ബിമാ അൻഅംത അലയ്യ ഫലൻ അകൂന സഹീറൻ ലിൽ മുജ്രിമീന. അതിൽ ഹുജ്ജത്തില്ല എന്ന് ഇബ്നു ഹിഷാം മറുപടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വാദിക്കുന്നത് അവിടെ ഫജഅൽനി ലാ അകൂന എന്ന നിലയ്ക്ക് അവിടെ മാന വാദിച്ചുകൊണ്ടാണ്. അതായത് അങ്ങനെ ഇബ്നു സിറാജിനുണ്ട്, പക്ഷേ അത് അത്ര പോരാ, അത് ഹുജ്ജത്തില്ല എന്ന് ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞ ഖുലാസ ഫീൽ മുദാരിക്ക് റഫ് കൊടുക്കുന്നതാണ്. റഫ് കൊടുക്കുന്ന അസഹ അഭിപ്രായത്തിൽ ഖുലുഫുഹു അനിൻ അൻ നാസിബിൻ വ ജാസിമിൻ എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെയൊക്കെ റദ്ദ് നമ്മൾ പറഞ്ഞു. പിന്നെ ലെന്ന നമ്മൾ പറഞ്ഞത് നസ്ബ് ചെയ്യുന്ന ആമിലുകളെ കുറിച്ച്, ലെന്നിനെ കുറിച്ച് പറഞ്ഞു. ലെന്ന് എന്തില്ല, തൗബീദിനെ തൗക്കീദിനെ തേടുന്നില്ല. എന്നാൽ അത് സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, രണ്ടിനും ഇഹ്തിമാലുണ്ട്, അങ്ങനെ വെക്കണം. ഇനി ഇൻഷാ അല്ലാഹ് രണ്ടാമത്തത് കയ്യാണ്. നോക്കാം നമുക്ക്. വയുൻസബു ഐദൻ, വീണ്ടും നസ്ബ് ചെയ്യപ്പെടും, മുദാരി ആയ ഫീല് നസ്ബ് ചെയ്യപ്പെടും ബി കൈൽ മസ്ദരിയ, മസ്ദരിയായിട്ടുള്ള കൈ കൊണ്ട്, മസ്ദരിയായ കൈ കൊണ്ട് ഫിയാൽ മുദാരിക്ക് നസ്ബ് ചെയ്യപ്പെടും. അപ്പോൾ മസ്ദരി അല്ലാത്തൊരു കൈയുണ്ട് താലീലിൻ്റെ, അത് നമ്മൾ പറയും. വ അലാമത്തു കൈൽ മസ്ദരിയത്തി, മസ്ദരിയായിട്ടുള്ള കൈയിൻ്റെ അലാമത്ത് അടയാളം എന്താ, തഖദ്ദുമുല്ലാമി, ലാമ് മുൻകടക്കും, അലൈഹാഹ എന്ന് പറഞ്ഞാൽ ആ മസ്ദരിയായ കൈയിനേക്കാളും ലാമ് മുൻകടക്കും. ലഫ്സൻ, ലഫ്സ് എന്ന നിലക്ക് തന്നെ കാണും. ചിലപ്പോൾ തഖ്ദീറും ഉണ്ടാവും, ലി കൈ എന്ന് പറയും. അല്ലെ വെറും കൈ അയക്കപ്പോൾ ലാം നമ്മൾ തഖ്ദീർ ചെയ്യും, രണ്ട് നിലക്കും ഉണ്ടാവും. അപ്പോൾ ലഫ്സ് എന്ന നിലക്ക് കാണാൻ ലി കൈ എന്നുള്ളത് അതിന് ഉദാഹരണം മുസന്നിഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാൻ വിശുദ്ധ ഖുർആൻ ലി കൈലാ തഅസൗ, സൂറത്തു ഹദീദിലെ 23-ാമത്തെ ആയത്താണത്. സൂറത്തു ഹദീദ് 23, നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി. അവിടെ അപ്പോൾ നമ്മളെങ്ങനെ അതിൻ്റെ ഈ അറാബ് പറയുക, ലി അലാമന്തുലാമ ലാമു ഹർഫ് ജദീൻ വ താലീലി എന്ന് പറയും. താലീലിൻ്റെയും ജറിൻ്റെയും ഹർഫ് നമ്മൾ ഈ അറാബ് പറയും, വേണ്ടി. മനസ്സിലായോ? താലീലിൻ്റെ കയ്യോ ഹർഫ് മസ്തരിയാണ്, നസ്ബിൻ്റെയും ഹർഫാണ്, നസ്ബ് ചെയ്യും ഫീൽ മുദാരിക്ക്. ലാ എന്നുള്ളതോ ഹർഫ് നഫിയാണ്, നഫീൻ്റെ ഹർഫാണ്. തഅസൗ എന്നുള്ളത് ഫിഅലുൻ മുദാരിഉൻ മൻസൂബുൻ ബി കൈ എന്ന് പറയും. നമ്മൾ കൈ കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മുദാരിയായ ഫീലാണ്, നസ്ബ് ചെയ്ത ആമിൽ കൈയാണല്ലോ. പിന്നെ നസ്ബ് അതിൻ്റെ അലാമത്ത് എങ്ങനെയാ പറയുക, ഹദ്ഫുന്നൂൻ. ആ നസ്ബിൻ്റെ അലാമത്ത് ഇവിടെ എന്താ, ഹദ്ഫുന്നൂൻ നമ്മൾ പറഞ്ഞല്ലോ, പഠിച്ചിട്ടില്ലേ, ഹദ്ഫുന്നൂൻ, നൂനെ കളഞ്ഞുകൊണ്ടാണ് നസ്ബിൻ്റെ അലാമത്ത്. പിന്നെ തഅസൗ എന്നുള്ള വാവ് ദമീറിൻ്റെ വാവ് ഫായില്. അപ്പോൾ പിന്നെ അവിടെ മസ്ദർ ആകുമ്പോൾ പിന്നെ തെവീൽ വേണം. അപ്പോൾ കയ്യും ശേഷമുള്ള നമ്മൾ തെവീൽ ചെയ്തെടുക്കണം. അത് ജറിൻ്റെ മഹല്ലിലായിരിക്കും, ലാം വന്നതുകൊണ്ടേ, ജറിൻ്റെ ലാ വന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് മജ്റൂറായിരിക്കും. അപ്പോൾ എങ്ങനെ തക്ദീർ ചെയ്യാം, നമുക്ക് തക്ദീർ ചെയ്യണം. അസിയ യഅ്സ എന്നുള്ള ഫീല് അതിൻ്റെ മസ്ദർ അസൻ. അപ്പോൾ അതിനെ തഅസൗ ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യുക.
ലാ വന്ന് ലാ നഫീൻ്റെ ലാ വന്നതുകൊണ്ട് തന്നെ നമുക്ക് അദമ കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ വെക്കാം? ലി ആദമി അസാക്കും, നിങ്ങൾ ദുഃഖിക്കാതിരിക്കുന്നതിന് വേണ്ടി ലി ആദമി അസാക്കും, അങ്ങനെ തൗവീൽ ചെയ്ത് കൊണ്ടുവരണം. മനസ്സിലായോ? ഇനി മറ്റൊരു ഉദാഹരണം കൂടി മുസന്നിഫ് പറയുന്നുണ്ട് അവിടെ. ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ, അവിടെ ഉണ്ട്. അവിടെ ലിക്കൈലാ ലി വന്നിട്ടുണ്ട്, അവിടെ സാഹിറാണ്. ലിക്കൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ. അതിൻ്റെ ഇറാബു അത് സൂറത്തു അഹ്സാബിലെ 37-ാമത്തെ ആയത്താണ്. അതിൻ്റെ ഇറാബു ദേ പറഞ്ഞ പോലെ ലി ലാമെന്താ ഹർഫു ജലിൻ വ താലീലിൻ, കൈ ഹർഫ് മസ്തരിയാണ്, നസ്ബിൻ്റെതാണ്. ലാ എന്നുള്ളത് ഹർഫ് നഫീൻ്റെതാണ്, നഫീൻ്റെ ഹർഫാണ്. യക്കൂനു നമ്മളിങ്ങനെ പോലെ ഫിയൽ മുദാരിയാണ്, നാക്കിസാണ്, മൻസൂബാണ്. നസ്ബ് ചെയ്ത ആമിലി കയ്യാണ്. അലൽ മുഅ്മിനീന എന്നുള്ളത് ജാർ മജ്റൂർ, അത് അതിൻ്റെ മുത്തല്ലക്ക് മഹദൂഫ് ഖബർ മുഖദ്ദമാണ് കാനൻ്റെ. അപ്പം നമുക്ക് കായിനെന്നോ മൗജൂദെന്നോ തവീൽ അതിനോട് ബന്ധിപ്പിക്കണം. പിന്നെ പറഞ്ഞത് ഹറജ് എന്നുള്ളതാണ് കാൻ്റെ ഇസ്മ്. ഇസ്മ് മർഫു ആണ്, കാൻ്റെ ഇസ്മാണ്. മനസ്സിലായോ? അങ്ങനെ മസ്തർ തവീൽ ചെയ്താൽ അത് ലാമിൻ്റെ എന്തായിരിക്കും? ലാമ് കൊണ്ട് തന്നെ മജ്റൂറാണ്, ജറിൻ്റെ മഹല്ലായിരിക്കും. അപ്പം അവിടെ മസ്തർ ഇപ്പോൾ തവീൽ ചെയ്തിട്ടുണ്ടോ എങ്ങനെ വേണ്ടി? അപ്പോൾ ലി കൈല വന്നത് കൊണ്ട് ലി ആദമി കാന കൗന്, ലി ആദമി കൗനിൽ ഹറജി അലൽ മുഅ്മിനീന, അങ്ങനെ തവീൽ ചെയ്യേണ്ടി വരും. ഇനി ബാക്കി മുസന്നിഫ് റഹ്മഹുല്ലാ പറയുന്നു. ബാക്കി എന്താ? ഔ അല്ലെങ്കിൽ നമ്മൾ ലഫ്ദ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ലഫ്ദിലുണ്ട്. അല്ലെങ്കിൽ തഖ്ദീറൻ, തഖ്ദീറിലായിരിക്കും. നഹു ഇതുപോലെ ജിഅ്തുക, നിൻ്റെ അടുക്കൽ ഞാൻ വന്നു. കൈ തുക്രിമനി, ഉണ്ടാവും. തുക്രിമനി, നീ എന്നെ ഇക്റാം ചെയ്യുന്നതിന് വേണ്ടി നിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അവിടെ ലി ഇല്ല, പക്ഷെ അവിടെ തഖ്ദീറുണ്ട്. അവിടെ തഖ്ദീർ ചെയ്യണം നമ്മൾ. മനസ്സിലായോ? ലി എന്നൊരു തഖ്ദീർ ചെയ്യണം. ലി അവിടെ തഖ്ദീർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഈ വരിയോട് വായിച്ചിട്ട് നമ്മൾ വിശദീകരിക്കും. എപ്പോഴാണ് അത് മുസന്നിഫ് ഷാരിഹിയുടെ പറയേണ്ടത്? ഇതാ ഖദ്ദർത്ത ലാമ, ലാമനെങ്കിൽ തഖ്ദീർ ചെയ്യുമ്പോഴാണ് ഖബ്ല ഹാ, അതിന് കയ്യിൻ്റെ മുമ്പേ. അപ്പോഴാണ് കൈ തുക്രിമനി നസ്ബയ്യ. എന്നാ ഫഇല്ലം തുഖദ്ദിർ ഹാ, ഫഇല്ലം തുഖദ്ദിർ ഹാ, നീ അതിനെ തഖ്ദീർ ചെയ്തിട്ടില്ലെങ്കിലോ ലാമിനെ, കാനത്ത് കയ്യാവും എന്താവും? ഹർഫ ജർദിൻ, ജറിൻ്റെ ഹർഫായി പോകും. അത് മസ്തരിന്ന് മാറും. ബി മൻസിലത്തി ലാമി താലീൽ, താലീലിൻ്റെ ലാമിൻ്റെ മൻസിലത്തിലേക്ക് മൂപ്പരിങ്ങ് പോരും. അപ്പോൾ പിന്നെ നസ്ബ് ചെയ്യുക. അതിന് ശേഷം മുതുമറായ അന്നയ്ക്ക്, അതാണ് വക്കാനത്തൻ, അന്നാവുകയും ചെയ്യും. മുതുമറത്താവും ബാധ അതിന് ശേഷം. അപ്പോൾ അന്നതിന് ശേഷം ലാസിമായ നിലക്ക് മറിഞ്ഞിട്ടായിരിക്കും നസ്ബ് ചെയ്യുന്നത്. ആരായിരിക്കും? അവിടെ അന്നായിരിക്കും. അപ്പോൾ ഇവിടെ കൈ തുക്രിമനി എന്നുള്ള കാര്യത്തിൽ നമ്മൾ തുക്രിമനി എന്ന് പറഞ്ഞിട്ട് ലാമിനെ തഖ്ദീർ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ കൈ അവിടെ ജറിൻ്റെ ഹർഫിൻ്റെ സ്ഥാനത്തുണ്ടാവുക. അപ്പോൾ പിന്നെ തുക്രിമനി എന്നുള്ള തുക്രിമൊക്കെ നസ്ബ് ചെയ്ത ആമിൽ കയ്യല്ല, പിന്നെ ആരായിരിക്കും? അന്ന മുതുമറത്തായിട്ടായിരിക്കും. അങ്ങനെ വെക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഒരു മറ്റു ഉദാഹരണം നമ്മൾ പറഞ്ഞു നോക്കാം. അപ്പോൾ ഉദാഹരണം ജിത്തു, ഞാൻ വന്നു. കൈ അത്തഅല്ലമ, പഠിക്കാൻ വേണ്ടി. ആ കയ്യിൻ്റെ അവിടെ നമ്മൾ ലാം അങ്ങോട്ട് തഖ്ദീർ ചെയ്താൽ കൈ അത്തഅല്ലമ. അപ്പോൾ നമ്മൾ തഖ്ദീർ ചെയ്താൽ അപ്പോൾ നമ്മൾ ഈ കൈ എന്താ പറയുക? മസ്തരിയായ കയ്യാണ്. അത്തഅല്ലമ എന്നുള്ള ഞാൻ പഠിക്കാൻ വേണ്ടി വന്നു എന്ന്, ഞാൻ ജിത്തു കൈ അത്തഅല്ലമ, ഞാൻ പഠിക്കാൻ വേണ്ടി വന്നു പറഞ്ഞാൽ കൈ നസ്ബ് ചെയ്ത ആമിൽ കയ്യായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ തഖ്ദീർ ചെയ്ത് ജിത്തു ലിത്തഅല്ലുമി എന്ന് പറയും. ഇനി അത് അവിടെ തന്നെ നമുക്ക് മറ്റു രണ്ടാമത് സങ്കല്പിക്കുക. എന്ത്? കൈക്ക് മുമ്പ് ലാമിനെ തഖ്ദീർ ചെയ്യണ്ട, അപ്പോഴും കൈ അത്തഅല്ലമ പറയും. ജിത്തു കൈ അത്തഅല്ലമ. അപ്പോൾ ഈ താലീലിൻ്റെ അതേ മാന തന്നെ ഈ താലീലിൻ്റെ ലാമ് പറഞ്ഞില്ല, താലീലിൻ്റെ ചെറുണ്ട്, അതിൻ്റെ അതേ സ്ഥാനത്ത് കയ്യിങ് പോലും. പക്ഷെ നസ്ബ് ചെയ്യുക പിന്നാരെ അതിന് ശേഷം മുതുമറായ അന്നായിരിക്കും കൈ അത്തഅല്ലമ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ തഖ്ദീർ ചെയ്യുക എങ്ങനെ? മസ്ദർ തവീലെ ജിത്തു കൈ തഅല്ലുമി എന്ന് പറയും. കൈ തഅല്ലുമി അഥവാ ലി തഅല്ലുമി എന്ന് പറയുന്ന പോലെ തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.